പപ്പ എന്താ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാൻ പോണേ? ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു ചീസ് കറി ബണ്ണ് ഉണ്ടാക്കിയാലോ, മഷ്റൂം വെച്ചിട്ട്. അപ്പൊ വെൽക്കം ടു ലിറ്റിൽ. അപ്പൊ നമുക്ക് നമ്മള് പണി തുടങ്ങാം. നമുക്ക് പണി തുടങ്ങിയാലോ? മഷ്റൂം ഒക്കെ അരിഞ്ഞിട്ടുണ്ട്, വെണ്ണ അവിടെ ഇരിക്കട്ടെ. ഈ മഷ്റൂം പച്ചക്ക് ഇടണേ? ഇല്ല, പച്ചക്ക് ഇട്ടിട്ട് നീ തിന്നോ? ഞാൻ ഇതൊന്ന് കത്തിച്ചാലോ? പിന്നുള്ളതേ വാസത്തി. നമുക്ക് ബട്ടർ അല്ലാതെ എണ്ണ ഇടാൻ പറ്റില്ല. ബട്ടർ ഇടാം, എണ്ണ ഇടാം. എണ്ണ ഇടാം അല്ലേ? എന്താ വേണ്ടതെന്ന് വെച്ചാ. അപ്പൊ ബട്ടർ ആണ് മോസ്റ്റ് ഫേവറബിൾ ചോയ്സ്. അപ്പൊ അവിടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി അരിഞ്ഞ വെച്ചേക്കണ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അന്ന് ഇളക്കാം. അപ്പൊ മുളക് അതൊക്കെ ഒരുമിച്ചിടാൻ പാടില്ല. ഇച്ചിരി ആ മുളക് ഇട്ടാൽ മതി. അല്ലെങ്കിലോ ആദ്യം ഗാർലിക് ഒന്ന് ആയി വരുന്ന ഒരു ഫ്ലേവറായി വരുമ്പോൾ ഇച്ചിരി പച്ചമുളക് വരുന്നത്. മഷ്റൂം ഇട്ട് കൊടുക്കാം, കുറച്ച് ബട്ടർ മഷ്റൂം കൂണ് ഇളക്കിക്കോ. നീ ഇതേ ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ വെണ്ണ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇതിനുള്ള വെണ്ണ ഇതിലേക്കാണ് ഇത് സ്റ്റഫ് ആക്കണേ. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. നമുക്കിത് പൊക്കത്തിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കാം. ഇതിലേക്ക് ഇതിൽ നമ്മൾ നിറയ്ക്കാൻ പോണത് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ ഒരു പീസും കൊണ്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യണേന്ന് ഒന്നോടെ കണ്ടോ. പിന്നെ വെണ്ണ എടുക്കാം. സൈഡ് മുറിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പോരില്ല. ഉണ്ടോ ഇങ്ങനെ നട്ട് ചെയ്യാം, ഇങ്ങനെ നട്ട് ചെയ്യാം. എനിക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും നിറയ്ക്കാം. നമുക്ക് ചീസ് ഇട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഉണ്ടോ നമുക്ക് നല്ല ഓപ്പണിങ് കിട്ടി. നമുക്ക് സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടാം. ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു. അപ്പൊ നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. കണ്ടോ നീ ഇങ്ങനെ ബ്രെഡ് കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അല്ല വെണ്ണ് കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കട്ട് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഇതിന്റെ സോസ് ഒക്കെ ഉണ്ടാക്കി നിറയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഇത് നമുക്ക് അതിന്റെ മൂടിയായിട്ട് ഉപയോഗിക്കാം, കളയണ്ടല്ലോ. ബേക്ക് ചെയ്യുമ്പോൾ അപ്പൊ അതോടെ ഇരിക്കട്ടെ. എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? മഷ്റൂമിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കിക്കോ. അരിഞ്ഞ ക്യാപ്സിക്കം ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് വേണ്ട, ചീസ് ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ്. പിന്നെ എരിവാണോ? ഗ്രീൻ ചില്ലി ഇട്ടില്ലേ? കുറച്ചുകൂടെ എരിവാണോ? എന്നാൽ രസത്തിന് വെച്ചിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് അവർ ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇത്രയും ഞാൻ പറയാം. നമ്മൾ കുരുമുളകും കൂടി ഇടും. നല്ല എരിവാ. ഇത്ര എരിവാണോ? എന്നാ കിടക്കട്ടെ അല്ലേ? ഒരു തുള്ളി കുരുമുളക് പൊടി. ഇച്ചിരി കറി ഉണ്ടാക്കാനായിട്ട് ചെക്ക് ചെയ്യാൻ ഇച്ചിരി മൈദ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മൈദ. അധികം വേണ്ട, 2 സ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മുളക് ആവശ്യത്തിനുണ്ട്. ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി കറി ഇച്ചിരി പാൽ വെച്ച് കൊടുക്കാം കറിക്ക്. ചീസ് ഇട്ട് കൊടുത്താലോ? ഇളക്കിക്കോ. നമുക്ക് ഇച്ചിരി ഗ്രേറ്റ് ചെയ്ത് വെച്ച പ്രോസസ് ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ചീസ് സ്ലൈസോടെ ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തോ. ഒന്നോടെ ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തോ ഇല്ലേ? നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഫില്ലിങ് ഇങ്ങനെ നിറച്ചു കൊടുക്കാം. ഒത്തിരി ഇടണ്ട, ആവശ്യത്തിന്. ഇതിലേക്ക് ഒരു മുട്ടയും കഴിച്ചാലോ? ഇതെന്തിനു മുട്ടയാ? ഇത് ക്യൂയിലേക്ക് കാടമുട്ട. ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആർക്കെങ്കിലും കുക്കിംഗ് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക, ഞങ്ങൾ ഫോളോ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. ഇത് പീസസ് ഇത് കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ പറ്റും. സൈഡിൽ നമുക്ക് ഒന്ന് ടോസ്റ്റ് ആയി കിട്ടട്ടെ. ബേക്ക് ആയിരുമ്പോഴേക്കും ഇതൊന്ന് ടോസ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ക്രിസ്പായിട്ട് കഴിക്കാം. ബേക്ക് ചെയ്യാൻ പറ്റും. എത്ര നേരം വെക്കണേ? ഇത് നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. ഒരു 200-ൽ 20 മിനിറ്റ്, 180-200-ൽ 20 മിനിറ്റ് റീഹീറ്റ് ചെയ്തല്ലേ. അപ്പൊ നമ്മളുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ മഷ്റൂം ചീസ് ബൺ. കാണുമ്പോ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല തൊപ്പി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ
സൂപ്പർ യമ്മി പറയാനൊന്നുമില്ല. ഒരു ഈവനിങ് സ്നാക്ക് ആണ്. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സ്വന്തം ലിറ്റിൽ ഡോറി സൈനിങ് ഓഫ്. ബൈ.